പണ്ട് സിഗരറ്റ് വലിക്കുമ്പോൾ നമ്മളൊരു മിടുക്കനാണ്, നമ്മളൊരു സ്റ്റാറാണ് എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. മദ്യപിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ പലരും ഒരു തമാശയായിട്ട് തുടങ്ങുന്നതാണ്, ഒരു രസമായി തുടങ്ങുന്നതാണ്. പക്ഷേ ഈ ഉപയോഗിക്കുന്ന എല്ലാവരും അഡിക്റ്റ് ആവില്ല. ഇപ്പോൾ 100 പേര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 90 പേര് ചിലപ്പോൾ സോഷ്യൽ ഡ്രിങ്കിങ് അല്ലെങ്കിൽ സോഷ്യൽ കഞ്ചാവ് യൂസ് ഒക്കെ ആവാം. 10 പേര് ചിലപ്പോൾ അഡിക്റ്റ് ആവും. പക്ഷെ ആര് എന്നെന്ന് പറഞ്ഞാൽ ഒരു ലോട്ടറിയാണ്. അത് നമ്മുടെ ബ്രെയിനാണ് ഡിസൈഡ് ചെയ്യുക. ഈ ബ്രെയിനിലുള്ള വയറിങ് അനുസരിച്ചിരിക്കും. ഒരു അഡിക്റ്റീവ് ബ്രെയിനുള്ള ഒരാൾക്ക് ഒരു യൂസ് മതി അഡിക്റ്റ് ആവാൻ. പക്ഷേ അഡിക്റ്റീവ് ബ്രെയിൻ അല്ലാത്ത ഒരാൾ ചിലപ്പോൾ പ്രശ്നത്തിലേക്ക് ചാടില്ല, പിന്നെ വരാം. അപ്പോൾ ആര് എങ്ങനെയെന്ന് അറിയില്ല. ആ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു അഡിക്റ്റ് ആവും. ഒരു ലോട്ടറി പോലെയാണ്. നമ്മൾ ഏത് ഗ്രൂപ്പിലാണ് നമുക്കറിയില്ല. ആ 10%-ലാണെങ്കിൽ നമ്മുടെ ജീവിതം ആകെ പ്രശ്നമാവും. പിന്നെ പണ്ട് ആണുങ്ങളിലായിരുന്നു ഇത് കൂടുതൽ, ഇപ്പോൾ സ്ത്രീകളിലാണ് കൂടുതൽ. പണ്ടൊക്കെ എനിക്ക് ഒരു 10 പേര് വരുമ്പോൾ 8 പേര് ആണുങ്ങളും 2 പേര് സ്ത്രീകളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ജെൻഡർ ഈക്വാളിറ്റി എന്നൊക്കെ പറയില്ലേ, ഇത് കുറഞ്ഞു വരുന്നത് ഇപ്പോൾ 60-40 ആണ്. 60% ആണുങ്ങളും 40% സ്ത്രീകളായിക്കൊണ്ടിരിക്കുക. ആൻഡ് ആണുങ്ങൾ കുട്ടികളുടെ എണ്ണം കൂടി വരികയാണ്. എനിക്ക് ഏറ്റവും കുറവ് പ്രായം കിട്ടിയിരിക്കുന്ന 7 വയസ്സും 8 വയസ്സായ കുട്ടികളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.